മൗറിനിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിലും റയലിന്റെ നെഞ്ചത്തേക്ക് തുളച്ചു കയറിയ ഗോൾ കീപ്പറുടെ ഗോളിന് മുന്നിലും ലോസ് ബ്ലാങ്കോസ് കൂപ്പുകുത്തിയ എസ്റ്റാഡിയോ ഡാ ലൂയിസിലെ ആ രാത്രി. ഇടവേളകൾക്ക് ശേഷം വീണ്ടും വിമർശകരുടെ ഇരയാകുന്ന പതിവ് തെറ്റുകളൊന്നും കൂടാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു മത്സരം കൊണ്ട് മറ്റൊരു മത്സരത്തെ അളക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അർബലാവോയുടെ റയൽ മാഡ്രിഡ് പച്ച പിടിച്ചു കാണാൻ കൊതിക്കുന്ന ദശലക്ഷക്കണക്കിന് ആരാധകർ, ചാമ്പ്യൻസ് ലീഗിന്റെ കളിമുറ്റത്ത് എതിരാളികൾ കുതിക്കുന്ന പ്രതാപം കൊയ്തെടുക്കുന്ന വെള്ളപ്പടയോട്ടക്കാർക്ക് ഇന്നെവിടെയാണ് പിഴക്കുന്നത്? പാടിപ്പറയാൻ 15 യൂസിലിന്റെ വർണ്ണപ്പകിട്ടുള്ള രാത്രികളുണ്ട്. ടോപ്പ് 8-ൽ ഇടം നേടി ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ലഭിക്കാൻ ബെൻഫിക്കയോട് സമനില മാത്രമായിരുന്നു റയൽ മാഡ്രിഡിന് മതിയായത്. എന്നാൽ അപ്രതീക്ഷിതമെന്നോണം മൗറീനിയോയുടെ ബെൻഫിക്കയ്ക്ക് മുന്നിൽ 4 ഗോളുകൾക്ക് റയൽ മാഡ്രിഡിന് അടിയറവ് പറയേണ്ടി വന്നു. പിന്നാലെ യൂസിലിന്റെ ഫിക്ചർ വീണപ്പോൾ എതിരാളികൾ ബെൻഫിക്ക തന്നെ. ഇരു പാദങ്ങളിലായിട്ടാണ് മത്സരത്തിന് പന്തുരുളുക. ഒന്നാം പാദം ഫെബ്രുവരി 18-ന് ബെൻഫിക്കയുടെ സ്റ്റേഡിയമായ എസ്റ്റാഡിയോ ഡി ലൂയിസിലും, രണ്ടാം പാദം ഫെബ്രുവരി 26-ന് റയൽ മാഡ്രിഡിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണാബുവിലും. ഈ വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങുക തന്നെ ചെയ്യും. ലാലിഗൻ ടീമുകളുടെ കരുത്തും റയലിന്റെ സന്നാഹാവസ്ഥയും നികത്താനുള്ള സുവർണ അവസരമാണിത്. ഇതുവരെ ബെൻഫിക്കയും റയൽ മാഡ്രിഡും തമ്മിൽ കൊമ്പുകോർത്തത് 5 തവണയാണ്. അതിൽ 4 ജയം ബെൻഫിക്ക സ്വന്തമാക്കിയപ്പോൾ റയൽ മാഡ്രിഡിനായത് 1 ജയം മാത്രമാണ്. ആദ്യ മത്സരം 1961-62 ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലിലായിരുന്നു. അന്ന് 5 ഗോളുകൾക്ക് റയലിനെ തകർത്തെറിഞ്ഞത് ബെൻഫിക്ക കിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് ഇരുവരും കൊമ്പുകോർത്തത് 1964-65 സീസണിലെ ക്വാർട്ടർ ഫൈനലിലായിരുന്നു. അന്ന് ആദ്യ പാദത്തിൽ 5 ഗോളുകൾക്ക് തന്നെ ബെൻഫിക്ക ജയിച്ചു. രണ്ടാം പാദത്തിൽ 2-1 എന്ന സ്കോറിൽ റയൽ മാഡ്രിഡ് ജയിച്ചെങ്കിലും അഗ്രഗേറ്റിൽ 6-3 ജയമെന്ന് ബെൻഫിക്ക സ്വന്തമാക്കുകയായിരുന്നു. ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ 4-2 റയലിനെതിരെ ജയം സ്വന്തമാക്കിയപ്പോൾ കണക്കുകളിൽ മുൻപന്തിയിലുള്ളത് ബെൻഫിക്ക തന്നെയാണ്. കണക്കുകളുടെ പുസ്തകത്തിൽ ബെൻഫിക്കക്കെന്നും ഒരു മേൽക്കൈയുണ്ട്. 1962-ലെ ആ ഫൈനൽ മുതൽ ഈ സീസണിലെ 4-2 തോൽവി വരെ നീളുന്ന റയലിന്റെ ആധിപത്യമില്ലാത്ത ചരിത്രം. എന്നാൽ സാന്റിയാഗോ ബെർണാബുവിലെ പുൽനാമുകൾക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെ മറ്റൊരു കഥയാണ്. ഫെബ്രുവരി 18-ന് ലിസ്ബണിൽ തുടങ്ങുന്ന പോരാട്ടം 26-ന് മാഡ്രിഡിന്റെ ഹൃദയഭൂമിയിൽ അവസാനിക്കുമ്പോൾ റയലിന് തങ്ങളുടെ കരുത്ത് തെളിയിച്ചേ മതിയാകും. ലാലിഗയിലെ വീര്യവും ചാമ്പ്യൻസ് ലീഗിലെ പാരമ്പര്യവും കൈമുതലാക്കി റയൽ മാഡ്രിഡ് പൊരുതാനൊരുങ്ങുമ്പോൾ ഒരു പുതിയ അദ്ദേഹത്തിന്റെ തുടക്കമാണോ അതോ പഴയ ചരിത്രത്തിന്റെ ആവർത്തനമാണോ എന്ന് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ച് കാത്തിരുന്ന് കാണാം. മൗറിനിയോ എന്ന ചാണക്കിന്റെ തന്ത്രങ്ങളും അർബലാവയുടെ നവയുഗ വീരവും തമ്മിലുള്ള ഈ പോരാട്ടം ഫുട്ബോൾ ലോകത്ത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ എതിരാളികളുടെ ഓരോ ചലനവും മുൻകൂട്ടി കണ്ട് പ്രതിരോധത്തിന്റെ ചതുരംഗ കോട്ട ഒരുക്കുന്നതിൽ മൗറിനിയോ അജയ്യനാകുമ്പോൾ, തൻ്റെ ടീമിൽ ആക്രമണവും വേഗതയും ഒത്തിണക്കി ഒരു ചതുരംഗ കോട്ടകൾ തകർക്കാനാണ് അർബലാവോ ശ്രമിക്കുന്നത്. മൗറിനിയോ പണ്ട് മാഡ്രിഡിൽ പഠിപ്പിച്ച അച്ചടക്കമുള്ള പ്രതിരോധ ശൈലിയും അർബലാവോ ഇന്ന് റയലിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന അതിവേഗ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും ഫെബ്രുവരിയിലെ ആ രാത്രികൾ. ബെൻഫിക്കയുടെ തട്ടകത്തിൽ മൗറിനിയോ ഒരുക്കുന്ന തന്ത്രങ്ങളുടെ കെണികളെ അർബലാവോയുടെ യുവത്വം തുളുമ്പുന്ന റയൽ മാഡ്രിഡ് എങ്ങനെ മറികടക്കുമെന്നത് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ്. ബെൻഫിക്കയോട് തോറ്റ 4-2 തോൽവിക്ക് പലിശ സഹിതം മറുപടി നൽകാൻ 2 പാദങ്ങളായി ഒരുങ്ങുന്ന ഈ പോരാട്ടം റയലിന് മുന്നിൽ ഒരു സുവർണ അവസരമാണ്. സീസണിന്റെ പകുതി പിന്നിടുമ്പോൾ കോപ്പ ഡെൽറയിൽ നിന്നും സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ നിന്നും അപ്രതീക്ഷിതമായി പുറത്താകേണ്ടി വന്നത് റയൽ മാഡ്രിഡിന് കനത്ത തിരിച്ചടിയാണെങ്കിലും അവശേഷിക്കുന്ന ലാലിഗ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾക്കായി സർവ്വശക്തിയുമെടുത്ത് ലോസ് ബ്ലാങ്കോസിന് പോരാടേണ്ടതുണ്ട്. കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്ന മാഡ്രിഡ് പാരമ്പര്യം മുൻനിർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ട കിരീടങ്ങളുടെ നിരാശ മാറ്റാൻ അർബലാവോക്കും സംഘത്തിനും മുന്നിലുള്ളത് അതികഠിനമായ പാതയാണ്. ലാലിഗയിൽ ഓരോ പോയിന്റും നിർണായകമായി മാറുന്ന ഘട്ടത്തിൽ ബെൻഫിക്കയോടേറ്റ കനത്ത തോൽവിയുടെ ആഘാതം മറികടന്ന്
ചാമ്പ്യൻസ് ലീഗിൽ പ്രതാപം വീണ്ടെടുക്കുക എന്നൊറ്റ ലക്ഷ്യം മാത്രമാണ് റയൽ മാഡ്രിഡിനുള്ളത്. സീസൺ പാതി വഴി നിൽക്കെ കിരീട സാധ്യതകൾ 2ലേക്ക് ചുരുങ്ങിയത് ടീമിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ പ്രിയപ്പെട്ട യൂറോപ്യൻ കളിമുറ്റത്ത് 15ാം കിരീടത്തിന്റെ തിളക്കം 16ആക്കി മാറ്റാനും ആഭ്യന്തര ലീഗിൽ ആധിപത്യം തുടരാനും സാധിച്ചാൽ ഈ സീസണിലെ എല്ലാ കൈപ്പേറിയ ഓർമ്മകളും മായ്ക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിലെ നിർണായക പോരാട്ടങ്ങൾ റയലിന്റെ ഈ വർഷത്തെ വിധി നിർണയിക്കുന്നതിനോടൊപ്പം തന്നെ അർബലാവ് എന്ന പരിശീലകന്റെ അതിജീവന തന്ത്രങ്ങളുടെ പരീക്ഷണം കൂടിയായിരിക്കും ഇത്. എന്നിരുന്നാലും കാത്തിരുന്നു കാണാം.